ഹായ് വ്യൂവേഴ്സ്, ഐ എം ജനുജി. വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വിദേശികളെ പരിചയപ്പെട്ടിരുന്നു. ബ്രിട്ടീഷുകാരനായ ഡോക്ടർ സൈമനും ഓസ്ട്രേലിയക്കാരനായ മിസ്റ്റർ സുമന്ത്. ഡോക്ടർ സൈമൺ ഇവിടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രമേഹ രോഗത്തെക്കുറിച്ച് ഗവേഷണം നടത്താമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പല ക്യാമ്പുകളിലും പോകാനുള്ള അവസരമുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ ഒരു ദ്വിഭാഷിയുടെ റോളാണ്. അപ്പോൾ ഇവിടുന്ന് ഇദ്ദേഹം ഇംഗ്ലീഷിൽ പറയുന്ന അങ്ങോട്ട് മലയാളത്തിലും, രോഗികൾ മലയാളത്തിൽ പറയുന്ന ഇങ്ങോട്ട് ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ആദ്യം വിചാരിച്ചത് വലിയ പ്രയാസമുള്ള ജോലിയാണ്. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സിലാക്കി ഇറ്റ്സ് ക്വൈറ്റ് ഈസി. അന്ന് മനസ്സിലായത് നെവർ ട്രാൻസ്ലേറ്റ് വേർഡ് ബൈ വേർഡ്. ഒരിക്കലും നമ്മൾ പദാനുപദ തർജ്ജമ ഒരിക്കലും ചെയ്യരുത്. ട്രാൻസ്ലേറ്റ് ഓൺലി ഐഡിയാസ്. നമ്മുടെ ആശയങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭാഷപ്പെടുത്തുക. ഇത് അവിടെ നിന്ന് കിട്ടിയ ഒരു അനുഭവമാണ്. ആ സന്ദർഭത്തിൽ ഇന്ന് ഓർക്കുന്നത്, ഒരു ദിവസം ഞാനും ഡോക്ടർ സൈമനും ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് അപ്സ്റ്റെയറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ശരിക്കും റൈറ്റിലേക്കാണ് പോകേണ്ടത്, പക്ഷെ അറിയാതെ ലെഫ്റ്റിലേക്കായിപ്പോയി. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഓ ദിസ് ഈസ് അൺപാത്ത്. അപ്പോൾ ഞാൻ ഉടനെ ചോദിച്ചു, ഈസ് ദർ എ വേർഡ് അൺപാത്ത് ഇൻ ഇംഗ്ലീഷ്? നോ, ഐ മെയ്ഡ് ഇറ്റ്. അതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. അതായത് PATH, പാത്ത് എന്നൊരു വേർഡ് ഇംഗ്ലീഷിലുണ്ട്, വഴി എന്നാണ്. അപ്പോൾ അദ്ദേഹം അൺപാത്ത് എന്ന് ഉദ്ദേശിച്ചത് വഴിയല്ല എന്ന അർത്ഥത്തിലാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ഞാൻ ഒരിക്കലും അൺപാത്ത് എന്നൊരു വഴി എന്നൊരു പദം ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു പദം ഇംഗ്ലീഷിലുണ്ടോ? നോ, ഐ മെയ്ഡ് ഇറ്റ്. ഞാൻ പുതിയൊരു പദം ഉണ്ടാക്കി. ഇത് എല്ലാ ഭാഷയിലും സംഭവിക്കുന്നുണ്ട്. സാന്ദർഭികമായിട്ട് പുതിയ പുതിയ പദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം നമുക്ക് തന്നെ ഇപ്പോൾ ഈ അടുത്ത് ഇപ്പം കുറച്ച് കാലമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് തേച്ചിട്ട് പോവുക, തേക്കുക എന്നുള്ളൊരു പദം. അപ്പം നമ്മൾ പണ്ട് മുതലേ ഉണ്ട് നമുക്ക് തേക്കുക എന്നൊരു പദം. ഇത് ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ചിരുന്നത് തേക്കുക. ഇപ്പം പാത്രം തേക്കുക എന്ന് പറയും. അതുപോലെ ഷർട്ടൊക്കെ തേക്കുക എന്ന് പറഞ്ഞാൽ ഇസ്തിരി ഇടുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ചുമര് തേക്കുക, ഇങ്ങനെ പലതിനും തേക്കുക എന്നുള്ള അർത്ഥമുണ്ട്. എണ്ണ തേക്കുക, ഇതിനൊക്കെ തേക്കുക എന്നാണ് പറയാം. പക്ഷെ ഇപ്പോഴ് ഈ അടുത്ത കാലത്ത് അതിൻ്റെ അർത്ഥം ചതിച്ചിട്ട് അല്ലെങ്കിൽ വഞ്ചിച്ചിട്ട് പറ്റിച്ചിട്ട് പോവുക എന്നുള്ളത്. അവൻ അവളെ തേച്ചിട്ട് പോയി, അവൾ അവനെ തേച്ചിട്ട് പോയി, ഇങ്ങനെയൊക്കെ പ്രയോഗം ഇപ്പോൾ കാണാം. അപ്പോൾ പുതിയ അർത്ഥങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ പണ്ടൊക്കെ നല്ല എന്തെങ്കിലും സംഭവം ഉഗ്രനായിട്ടുണ്ടെന്ന് പറയും, ഉഗ്രം പടമാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് നമുക്കത് അടിപൊളിയായി, അതായത് തല്ലിപ്പള്ളിയുടെ ഓഫീസിൽ അടിപൊളിയായി. ഇപ്പം എന്തൊക്കെയാണെന്ന് അറിയില്ല. ഇപ്പം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ, കോളേജ് കുട്ടികളുടെ ഇടയിൽ, സ്കൂൾ കുട്ടികളുടെ ഇടയിൽ, അതുപോലെ നമ്മുടെ കോമഡി പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ കാണാം പുതിയ പുതിയ പദങ്ങൾ വരുന്നു. അപ്പോൾ പുതിയ പുതിയ പദങ്ങൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും വരാം, പുതിയ അർത്ഥങ്ങൾ വരാം. നേരത്തെ ഉപയോഗിച്ച പദങ്ങൾക്ക് പുതിയ അർത്ഥങ്ങൾ വരാം എന്നുള്ളത് എല്ലാ ഭാഷയിലും ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ബേക്കറി ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് വുഡ് യു ലൈക്ക്, ടീ ഓർ കോഫി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ വാണ്ട് സം ലൈം ജ്യൂസ്. അങ്ങനെ ലൈം ജ്യൂസിന് ഓർഡർ ചെയ്തു, എനിക്ക് ചായ. അപ്പോൾ ഞാൻ അലമാരയിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, വാട്ട് വുഡ് യു ലൈക്ക്, ജിലേബി ഓർ ലഡു ഓർ സംതിങ്? നോ, ഐ വാണ്ട് സേവറി. ഐ ലൈക്ക്, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഇതാണ്, ഐ ലൈക്ക് സേവറി ഐറ്റംസ്. അതെനിക്കൊരു പുതിയ പദമാണ്. അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ്. സേവറി എന്നൊരു വാക്ക് ഞാൻ കേട്ടില്ല. SAVOURY. സാധാരണ നമുക്ക് രുചിക്ക് എന്തൊക്കെയുള്ളത്? സ്വീറ്റ് ഉണ്ട്, മധുരമുള്ളത് സ്വീറ്റാണ്. SOUR സവർ, പുളിപ്പുള്ളതാണ്. അത് സോറൊന്നുമല്ല, സവർ എന്നാണ് അത് ഉച്ചരിക്കുക. സവർ ഗ്രേപ്സ് എന്നൊക്കെയാണ് പറയുക, പുളിപ്പുള്ള മുന്തിരിക്ക്. പിന്നെ നമുക്കുള്ളത് സോൾട്ടിയാണ്, SALTY. സോൾട്ടി എന്ന് പറഞ്ഞാൽ നല്ല ഉപ്പുള്ളതാണ്, ഉപ്പ് രസമുള്ളത്. പിന്നെ നമുക്കുള്ളത് നമ്മൾ സാധാരണ പറയുന്നതാണ് സ്പൈസി, അതായത് മസാലകളൊക്കെ ചേർത്ത സ്പൈസി. കൂടുതലും രുചികളൊക്കെ S-ൽ തുടങ്ങുന്ന. പിന്നെ ഒന്ന് BITT, ബിറ്റർ, കയ്പുള്ളതാണ്. പക്ഷേ ഞാൻ സേവറി എന്ന് അന്ന് കേട്ടിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് യു മീൻ ബൈ സേവറി? നോട്ട് സ്വീറ്റ്. നമുക്ക് എത്ര പെട്ടെന്നാണത് അതിൻ്റെ അർത്ഥം പറഞ്ഞത്, നോട്ട് സ്വീറ്റ്. അപ്പം നമ്മൾ ബേക്കറികളിലൊക്കെ പോയ രണ്ട് സാധനങ്ങളാണ് കാണാം, മധുരമുള്ളതും മധുരമില്ലാത്തതും. മധുരമുള്ളതിന് സ്വീറ്റ് എന്ന് പറയുന്നു, മധുരമില്ലാത്തതിന് സേവറി എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു പുതിയ പദം ഞാൻ അദ്ദേഹത്തിന് പഠിച്ചു എന്ന് പറയുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയ സമയത്ത് ധാരാളം അനുഭവങ്ങളുണ്ട്. ഭാഷാ സംബന്ധമായിട്ടും അല്ലാതെയും അവരുടെ രാജ്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എ ബിഗ് ഹാറ്റ് ടു ഡോക്ടർ സൈമൺ. അതുപോലെ പരിചയപ്പെട്ടൊരു വ്യക്തിയാണ് മിസ്റ്റർ സുമന്ത്. അദ്ദേഹം ഒരു ആന്ത്രപ്പോളജിസ്റ്റാണ്. ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നരവംശ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഇവിടുത്തെ വയനാട് ജില്ലയിലുള്ള ആദിവാസികൾക്കിടയിലുള്ള പണിയ സമുദായത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നൊരു വ്യക്തിയായിരുന്നു.
അങ്ങനെ അദ്ദേഹം അന്ന് ഈ ഫീൽഡിൽ പോയിട്ട് ഇവരുമായിട്ടുള്ള സംഭാഷണമെല്ലാം റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരും. അന്ന് ആ റെക്കോർഡ് ചെയ്ത പലതും ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്ന ഞാനായിരുന്നു. അങ്ങനെ അവിടെയും ഞാനത് പഠിച്ചു. കാരണം ഞാൻ ആദ്യം വിചാരിച്ചു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള എന്തോ ജോലിയാണ്. അവിടെയും ഞാൻ മനസ്സിലാക്കിയതാണ് നെവർ ട്രാൻസ്ലേറ്റ് വേർഡ് ബൈ വേർഡ്, ഒൺലി ട്രാൻസ്ലേറ്റ് ദ ഐഡിയാസ്. സോ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ലേഷൻ നടത്താൻ പറ്റും, പദാനുപദ തർജ്ജമ ചെയ്യരുത്. ഏതായാലും ഒരു ദിവസം മിസ്റ്റർ സുമന്ത് എന്നോട് പറഞ്ഞു, സർ ഐ വുഡ് ലൈക്ക് ടു ലേൺ യുവർ മദർ ടങ്. And I was really happy because I got a wonderful chance to teach my mother tongue to a foreigner. എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഒരു വിദേശിയെ ഞാൻ എൻ്റെ മാതൃഭാഷ പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്കൊരു അവസരം തന്നിരിക്കുന്നു. ഞാൻ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ എപ്പോഴോ ഒരിക്കലും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തോ ഇങ്ങനെ പറഞ്ഞു, മലയാളത്തിൽ ഇങ്ങനെ പറയാം, ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, എന്തോ ഇങ്ങനെ പറഞ്ഞതാണ്. ഉടനെ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, സി യുവർ ലാംഗ്വേജ് ഈസ് മലയാളം and my language is English. Now you say മലയാളത്തിൽ, why can't you say ഇംഗ്ലീഷിൽ? സാഹിബിൻ്റെ ചോദ്യമാണ്, ലോജിക്കലായിട്ടുള്ളൊരു ചോദ്യമാണ്, റാഷണലായിട്ട് ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ ഉടനെ സോറി പറഞ്ഞു, സുല്ലിട്ടു. ഞാൻ പറഞ്ഞു there may be some grammatical roots or something but I am not aware of it. അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ മലയാളികൾ ഇംഗ്ലീഷിൽ എന്നേ പറയുള്ളൂ, ഇംഗ്ലീഷിൽ എന്ന് പറയില്ല. അതുപോലെ മലയാളത്തിൽ എന്നേ പറയുള്ളൂ, മലയാളിയിൽ എന്ന് പറയില്ല. പക്ഷെ സായിപ്പ് ഇതേപോലെയുള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെ മലയാളം ഇംഗ്ലീഷിലൂടെ പഠിക്കാമെന്നുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് വന്നിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ചിലപ്പം അവിടെ ഉണ്ടായിരിക്കും പ്രത്യയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളത്രയും ഡീപ്പ് റൂട്ടിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അതിൽ നിന്നാണ് അദ്ദേഹത്തെ പഠിപ്പിക്കാനുള്ള ആ ശ്രമത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത്, വാട്ട് ഈസ് ദ ബെസ്റ്റ് ലാംഗ്വേജ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും നല്ല ഭാഷ ഏതാണെന്ന് നമ്മൾ അനുഭവത്തിലൂടെയാണ് പഠിക്കുന്നത്. നോ ഡൗട്ട് മദർ ടങ് ഈസ് ദ ബെസ്റ്റ് ലാംഗ്വേജ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും നല്ല ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് മാതൃഭാഷയാണ്. ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് ഇംഗ്ലീഷാണ്, ഹിന്ദിക്കാരെ സംബന്ധിച്ച് ഹിന്ദി, തമിഴ്നാട്ടുകാരെ സംബന്ധിച്ച് തമിഴ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഭാഷ ഏതാണെന്ന് വെച്ചാൽ ഒരു സംശയമില്ല, അത് മലയാളം തന്നെയാണ്. കാരണം അമ്മയുടെ അമ്മിഞ്ഞപ്പാലിനോടൊപ്പം നമ്മൾ പഠിക്കുന്ന ഭാഷയാണ് മാതൃഭാഷ. നിങ്ങൾക്കൊരു 100 ഭാഷ അറിയാമെന്ന് വെച്ചോളൂ, പക്ഷേ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ തലയ്ക്കൊരു അടി കൊള്ളുമ്പോൾ ഒരു സംശയം വേണ്ട, ആ സമയത്ത് നിങ്ങൾ ഒച്ചത്തിൽ നിലവിളിക്കുക നിങ്ങളുടെ മാതൃഭാഷയിലായിരിക്കും. അത് മനോഹരമായൊരു കഥ പറയലുണ്ട്, കാളിദാസൻ്റെ കാലഘട്ടമാണ്. ഒരു പണ്ഡിതൻ എത്തിപ്പെട്ടു രാജസദസ്സിൽ. ആ പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് 30 ഭാഷകൾ അറിയാം, 30 ഭാഷകൾ അനായാസം അദ്ദേഹം സംസാരിക്കും. എൻ്റെ മാതൃഭാഷ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നവർക്ക് ഒരു പ്രത്യേക സമ്മാനമുണ്ടെന്ന് പറഞ്ഞു. പലരും ശ്രമിച്ചു, മനസ്സിലാവുന്നില്ല. അപ്പം കാളിദാസൻ പറഞ്ഞു, അത് ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പണ്ഡിതൻ സദസ്സിലേക്ക് കയറി വരുന്ന വാതിലിൻ്റെ മറവിൽ കാളിദാസൻ നിന്നു, വലിയൊരു വടിയുമായിട്ട്. പണ്ഡിതൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഓർക്കാപ്പുറത്തൊരൊറ്റയടി തലയ്ക്ക് വെച്ചു കൊടുത്തു. ആ പണ്ഡിതൻ ആ സമയത്ത് നിലവിളിച്ച് കരഞ്ഞത് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിലായിരുന്നു. അതാണ് മാതൃഭാഷയുടെ ശക്തി. നമ്മൾ ഏത് ഉറക്കത്തിലാണെങ്കിലും ശരി, മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ സെക്കൻഡറി ആണെന്ന് പറയാം. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഈസിയസ്റ്റ് ലാംഗ്വേജ് ആൻഡ് ദ ടഫസ്റ്റ് ലാംഗ്വേജ്, അതും ഞാൻ പഠിച്ചത് ഇവരെയൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ്. കാരണം മലയാളം ഈസ് ദ ടഫസ്റ്റ് ലാംഗ്വേജ് ടു ടീച്ച് ആൻഡ് ടു ലേൺ. പഠിക്കാനും പഠിപ്പിക്കുവാനും ഏറ്റവും പ്രയാസമുള്ള ഭാഷ മലയാളമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ചുറ്റിലും നോക്കിയാൽ കാണാം, ഇവിടെ 10, 20 വർഷം, 40 വർഷം ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിച്ച മലയാളികളല്ലാത്ത ധാരാളം പേരുണ്ട്. അവർക്ക് പലപ്പോഴും അവർ സംസാരിച്ച് തുടങ്ങുമ്പോഴേ നമുക്കറിയാം അവർ മലയാളികളല്ല. കാരണം പല അക്ഷരങ്ങളും അവരുടെ ഭാഷയിൽ ഇല്ലാത്തത് കൊണ്ട് അവർക്കത് വേണ്ട രീതിയിൽ ഉച്ചരിക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെ ഒരു മദർ സുപ്പീരിയർ ഉണ്ടായിരുന്നു, അവർ ഇറ്റലിക്കാരിയാണ്. 40 വർഷത്തിലധികമായിട്ട് അവരിവിടെ താമസിക്കുന്നു. അവരെടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ പറയും കൊല്ലാം. അവരുദ്ദേശിച്ചത് കൊള്ളാം എന്നാണ്. ല എന്നുള്ള അക്ഷരം അവരുടെ ഭാഷയിലില്ല. അപ്പോൾ അവർ കൊല്ലാം എന്നാണ് പറയുക. അപ്പോൾ ഈ മലയാള ഭാഷ അത് വേറൊരാൾക്ക് പഠിച്ചെടുക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ടാണ് ഒന്ന് ഇതിൻ്റെ പ്രത്യേകത കൊണ്ടാണ് പല അക്ഷരങ്ങളും അല്ലെങ്കിൽ ശബ്ദങ്ങളും അവരുടെ ഭാഷകളിൽ ഇല്ലാത്തത്.
മലയാളിക്ക് ഏത് ഭാഷയും അനായാസം വഴങ്ങും. അപ്പം ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിൽ പോയ ഏത് ഭാഷയും ആ തദ്ദേശവാസിയെപ്പോലെ തന്നെ അനായാസം സംസാരിക്കും, നിഷ്പ്രയാസം സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് മലയാളം ഈസ് ദ ടഫസ്റ്റ് ലാംഗ്വേജ് ടു ടീച്ച് ആൻഡ് ടു ലേൺ എന്നുള്ളത് പഠിക്കുന്നത്. ആൻഡ് ഇംഗ്ലീഷ് ഈസ് ദ ഈസിയസ്റ്റ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അത്രയൊന്നും പ്രയാസമില്ല. ഇറ്റ്സ് എ ഗെയിം വിത്ത് 24 വേർഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത്രേ ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത് മിസ്റ്റർ സുമന്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. ഇങ്ങനെ അനേകം കാര്യങ്ങൾ ഇങ്ങനെയുള്ള ധാരാളം ഫോറിനേഴ്സുമായിട്ട് പരിചയപ്പെടലും ഇതുപോലെ ക്ലാസ്സിൽ വന്ന് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ധാരാളം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Goodbye till we meet again.